ऑर्डर का मालिक के ऊपर कौन है तू? उड़ीसा के यहाँ क्यों आया केरला में? गाड़ी में जाओ ലഹരി മാഫിയയുടെ അടിവേരിളക്കി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ തുടരുകയാണ്. സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞ ദിവസം 126 പേർ അറസ്റ്റിലായി. 113 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ചെറിയ അളവിൽ ലഹരി കൈവശം വച്ചതിന് 36 കേസുകളും മീഡിയം ക്വാണ്ടിറ്റി കൈവശം വച്ചതിന് 5 കേസുകളും NDPS ആക്ട് പ്രകാരം 72 കേസുകളും രജിസ്റ്റർ ചെയ്തു. കൂടാതെ കോഡ്പ പ്രകാരം 42 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവരിൽ നിന്ന് 4.762 ഗ്രാം MDMAയും 8.714 കിലോഗ്രാം കഞ്ചാവും 0.9 ഗ്രാം ഹെറോയിനും 8 ഗ്രാം ബ്രൌൺ ഷുഗറും 4 കഞ്ചാവ് ചെടികളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 5997 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ആകെ 6439 അറസ്റ്റുകൾ നടന്നു. അതുവരെ പിടിച്ചെടുത്ത MDMA 3877 ഗ്രാം, കഞ്ചാവ് 439.276 കിലോഗ്രാം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മാത്രം സംസ്ഥാനത്തുടനീളം കേരള പോലീസ് 89 ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു. ഇതുവരെ നടത്തിയ ആകെ ബോധവൽക്കരണ ക്ലാസുകളുടെ എണ്ണം 6430ഉം കൌൺസിലിംഗുകളുടെ എണ്ണം 301ഉമാണ്. സ്കൂൾ കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ ആകെ 5264 ബോധവൽക്കരണ പരിപാടികളും നടത്തി. ലഹരി വിൽപ്പനയെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് നേരിട്ടും വാട്സാപ്പ് മുഖേനയും പോലീസിനെയും അറിയിക്കാം. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.